ഹായ് പുതിയ വീഡിയോയിലേക്ക് ഈ വീഡിയോ കാഴ്ചയെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഇന്നലെ അല്ല കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് എഫ്.ഐ.ആർ ഇട്ടാൽ പൈസ കിട്ടൂല. എഫ്.ഐ.ആർ ഇട്ടില്ലെങ്കിൽ നിങ്ങൾക്കെല്ലാം പൈസ കിട്ടും. എഫ്.ഐ.ആർ ഇട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടൂല എന്ന്. എനിക്കറിയില്ല. സഫ്വാനാണ് ഇന്നലെ രാത്രി ഓടുകൂടി ഇത് പറയുന്നത് കേട്ടത്. എഫ്.ഐ.ആർ ഇട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടൂല. ഒരുപക്ഷെ എന്താണ് ഇതിന് കാരണം എന്ന് ഞാനിപ്പോൾ എത്ര ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ പറയുന്നത്? എഫ്.ഐ.ആർ ഇട്ട് കഴിഞ്ഞാൽ അത് പൈസ കിട്ടുമല്ലേ വേണ്ടത്? എഫ്.ഐ.ആർ ഇടാത്തവർക്കല്ലേ നമുക്ക് പൈസ കിട്ടാതിരിക്കുക. പക്ഷേ ഇവർ നേരെ ഉൾട്ടിയാണ് പറയുന്നത്. അതിനുള്ള ഒരേ ഒരു കാരണമേ ഉള്ളൂ. ഈ കമ്പനിക്കെതിരെ എഫ്.ഐ.ആർ ഇട്ടിരിക്കുന്നത് ആദ്യത്തെ അല്ലെങ്കിൽ ഈ കമ്പനി പൂട്ടാനിടയായ ഒരു എഫ്.ഐ.ആർ എന്ന് പറയുന്നത് വത്സൻ സാറിൻ്റെ ഒരു എഫ്.ഐ.ആർ ആണ്. അപ്പോൾ വത്സൻ സാർ ഇതിൽ നിക്ഷേപനല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് പൈസ കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല. ഇനി അയാൾ സുപ്രീം കോടതി വരെ പോയി കഴിഞ്ഞാൽ പൈസ കിട്ടില്ല. അതുകൊണ്ട് ആ ഒരു സംഭവം വെച്ചിട്ടായിരിക്കും ഇവർ പറയുന്നത് എഫ്.ഐ.ആർ ഇട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടും. എടോ മണ്ടന്മാരെ, വത്സൻ സാർ മാത്രമല്ല എഫ്.ഐ.ആർ ഇട്ടിരിക്കുന്നത്, ഒരുപാട് മറ്റുള്ളവരും എഫ്.ഐ.ആർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പൈസ കൊടുക്കൂ എന്നുള്ളതാണ് നിന്നോടൊക്കെ പറയാനുള്ളത്. അപ്പോൾ ഈ വിവരക്കേട് ഇങ്ങനെ പറയരുത് എന്നാണ് നിന്നോടൊക്കെ പറയാനുള്ളത്. അപ്പോൾ ഇപ്പോൾ പുതിയൊരു സംഭവം കൂടി വന്നിട്ടുണ്ട്. അത് ഞാനിവിടെ വായിക്കാം. നമസ്കാരം. മാസം 8 ആയിരിക്കുന്നു. ശരിയാണ്, മാസം 8 അല്ല, 244 ദിവസമായിരിക്കുന്നു. ഒന്നും രണ്ടും അല്ല, 244 ദിവസം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് എന്ന തട്ടിപ്പ് കമ്പനി പൂട്ടിക്കെട്ടിയിട്ട് 244 ദിവസം. ഡിസംബർ 7-ാം തീയതി വൈകുന്നേരം ഒരു 7-7:30 കൂടിയാണ് കളക്ടറുടെ ഫ്രീസിങ് നിലവിൽ വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ആഗസ്റ്റ് 7-ആണ്. 244 ദിവസം. വെറും 3 ദിവസം നമ്മളിതൊക്കെ ശരിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അതാണ് 240. ഇനി ഇതിപ്പോൾ എത്ര ദിവസം നിങ്ങൾ കാത്തിരിക്കുമെന്ന് പറയാനേ ഉള്ളൂ. ഈ തുറക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നത്, ഇത് പൂട്ടുന്നതിന് കാത്തിരിക്കില്ല, തുറക്കുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കാൻ. ഇനി ഇവരുടെ ആയുസ് മുഴുവൻ കാത്തിരുന്നു കഴിഞ്ഞാലും ഇത് തുറക്കില്ല എന്നുള്ളത് വേറെ കാര്യം. എന്തുകൊണ്ട് നമ്മുടെ കേസ് ഇത്രയും നീണ്ടുപോകുന്നു എന്നുള്ളതാണ് ചോദ്യം. പലർക്കും ഉള്ള സംശയമാണിത്. തീർച്ചയായും സംശയം ഉണ്ടാകും സാർ. സാറിനെ പോലെ ഉണ്ടാക്കിയവർക്ക് അത് കാണില്ല. ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കിയവർക്ക് ഇത് നീണ്ടു പോവുകയാണ് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ ലീഡർമാർ മറ്റ് കമ്പനികൾ തേടിപ്പോയതുപോലെ അവസാനം 800 രൂപ ഇട്ടവനും കൂടി വേറെ പണിക്ക് പോകണം. അതുവരെ ഇവരെ ഇത് തിരിച്ചു വരുമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ സംശയമുള്ള കുറച്ച് പേർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ടാണ് കൂടുതലും നമ്മുടെ കേസിൻ്റെ കാര്യങ്ങൾ നീണ്ടുപോകുന്നത് എന്നതാണ് സത്യം. അപ്പോൾ ഇവരാണ് ഈ കേസ് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങൾ. അയ്യോ ഇപ്പോൾ നമ്മളായോ കുറ്റക്കാർ, അല്ലാതെ നെഗറ്റീവുകാരല്ലേ? അപ്പോൾ ഇവർ പറയുന്നത് നിങ്ങളെപ്പോലെയുള്ളവരെ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നത് കൊണ്ടാണ് ഈ കേസ് നീണ്ടുപോകുന്നത്, നിങ്ങളൊന്നും മിണ്ടാതിരിക്കൂ, ചോദ്യം ചോദിക്കാതിരിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് ഗ്രൂപ്പുകാരാണ് ഈ കേസ് നീട്ടിക്കൊണ്ടു പോകുന്നത് എന്നാണ്. ഇപ്പോൾ ഇവർ പറയുന്നത് വക്കീലിൻ്റെ അടുക്കുകയും കോടതിയിലും ഒക്കെ ഇവർ ഫോൺ ചെയ്ത് ചോദിച്ചത് കൊണ്ട് വക്കീലിനൊക്കെ സാധനം പിടികിട്ടി, ഇതെന്തോ സംതിങ് റോങ് ആണല്ലോ, അപ്പോൾ ഇതൊന്നും കൂടി അന്വേഷിക്കാം. പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്നു, പോലീസ് അപ്പോൾ നിരന്തരം ആൾക്കാർ വിളിക്കും, അപ്പോൾ അത് എന്തോ റോങ് ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് അവരും ഇത് എഫ്.ഐ.ആർ ഇട്ട് കൊടുക്കുന്നു. അതുപോലെ പത്രക്കാരെ വിളിക്കുന്നു, പത്രക്കാരെ ചീത്ത വിളിക്കുന്നു, അപ്പോൾ അതിനെക്കുറിച്ച് പത്രക്കാരെ അന്വേഷിക്കുന്നു, ഇവരുടെ തായ്വേരടക്കം ആൾക്കാർ പ്രസിദ്ധീകരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കമ്പനി തിരിച്ചു വരാത്തത് എന്നുള്ള ചില കാരണങ്ങളാണ്. ഒന്നാമതായി എല്ലാവരും ഹൈറിച്ചിൻ്റെ മെമ്പർമാരാണ്. അതെ, എല്ലാവർക്കും മെമ്പർഷിപ്പും മറ്റേ ഷെയർ സർട്ടിഫിക്കറ്റും ഉള്ളവരാണെന്നാണ് ഇവർ പറഞ്ഞിരുന്നത്. ഇവരൊക്കെ വെറും തട്ടിപ്പ് കമ്പനിയിലെ നിക്ഷേപകരാണോ? നിക്ഷേപകർ അല്ലാണ്ട് മെമ്പർഷിപ്പ് ഒന്നുമില്ല. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ മെമ്പർഷിപ്പ് നമ്പർ പറഞ്ഞു കൊടുക്കുക അല്ലേ? ഒരു ID അടിച്ചവർ മാത്രമാണ്. എത്ര അപ്ഡേറ്റ് കിട്ടി കഴിഞ്ഞാലും മിനിമം 10 പേരെ വിളിച്ച് ചോദിച്ചാലേ സമാധാനം ഉണ്ടാവുള്ളൂ എന്ന്. അതെ, എത്ര ലീഡർമാർ തള്ളിക്കൊടുത്തു കഴിഞ്ഞാൽ ഇവർ പിന്നെയും മറ്റുള്ളവരോട് ചോദിക്കും, നെഗറ്റീവ് ഗ്രൂപ്പുകാരോട് ചോദിക്കും, വക്കീലന്മാരോട് ചോദിക്കും, ഇവരുടെ പരിചയത്തിലുള്ള പോലീസുകാരോട് ചോദിക്കും, എന്തിനധികം ഈ ഉത്തരവിട്ട ജഡ്ജി അടക്കം വിളിച്ച് ചോദിക്കും. ഇവർ നമ്മുടെ കമ്പനി തിരിച്ചു വരുമോ സാറേ? കുറേ വീഡിയോ ഒക്കെ ഇവർ ഇടുന്നുണ്ട്, അന്നമ്മ കുഞ്ഞമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊന്നും നിങ്ങൾ കേൾക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഇവർ വിളിച്ച് ചോദിക്കും. കാരണം എന്താണെന്ന് അറിയാമോ സാറേ? എല്ലാ ഗ്രൂപ്പും അഡ്മിൻ ഓൺലിയാണ്. അതെ, ഇവരുടെ ചേർത്ത ആൾക്കാർ പോലും ഇപ്പോൾ ഫോൺ എടുക്കുന്നില്ല. അവരൊക്കെ പുതിയ സിം എടുത്തു എന്നാണ് പറയുന്നത്. പുതിയ സിം എടുത്തിട്ടില്ല തട്ടിപ്പാണ് ഇവർ. എന്നിട്ട് ഇവർക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രം ആ നമ്പർ കൊടുക്കും. അപ്പം ബാക്കിയെല്ലാം ചേർത്തവരും ഇവരെ പണ്ട് ക്യാൻവാസ് ചെയ്തവർക്കൊക്കെയുള്ള നമ്പർ പഴയതായിരിക്കും. അപ്പോൾ അവർ വിളിക്കുമ്പം ഇയാൾ ആ ഫോൺ നിലവിലില്ല, നമ്പർ നിലവിലില്ല എന്നുള്ള കാര്യങ്ങളാണ് കേൾക്കുക. എല്ലാ ഗ്രൂപ്പും അഡ്മിൻ ഓൺലി ആക്കിയിട്ട് ഇന്നലെ കണ്ട ലീഡർമാർ വരെ ജീവിക്കാൻ എന്ന പേരിൽ പുതിയ കമ്പനികൾ ഓരോന്നായി ചേരുന്നു. ആദ്യം ഉണ്ടാകും സാറേ, നഷ്ടപ്പെട്ട പൈസ തിരിച്ചു പിടിക്കും. നഷ്ടപ്പെട്ട പൈസ അധ്വാനിച്ചുണ്ടാക്കിയത് ആയതുകൊണ്ട് അതിന് ആദ്യം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ
നഷ്ടപ്പെട്ടവനെ ആ വേദന അറിയൂ. പൈസ ഉണ്ടാക്കിയവനെ അത് വേദന ഉണ്ടാവില്ല. അവർക്ക് വേദന അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഉണ്ടാക്കിയ തിരിച്ചും ഈടി കൊണ്ടുപോകുമ്പോൾ അവർക്ക് വേദന അറിയും. കുറച്ച് പേർക്ക് എന്നാലും സമാധാനമാവില്ല. നമുക്ക് വേണ്ടി വാദിക്കുന്ന വക്കീലിന്റെ നമ്പർ തപ്പിയെടുത്ത് അദ്ദേഹത്തിനെ വിളിക്കും. അതും പോരാ, ഹൈക്കോടതിയിൽ വിളിക്കും, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിക്കും. ഹൈറിച്ച് തിരിച്ചു വരുമോ? നമ്മളെ കമ്പനി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? നിയമപരമല്ലേ നമ്മളെ കമ്പനി എന്നൊക്കെ ഇവർ ചോദിക്കും. എന്നിട്ട് അവർ പറയും, അല്ല, നിങ്ങൾ വലിയ തട്ടിപ്പാണ്, പോൺസി സ്കീമാണ് ചെയ്തിരിക്കുന്നത്. ഇവർ പറയും, പോൺസി സ്കീമല്ല, ഇത് പ്രതാപിന്റെ സ്കീമാണെന്ന് പറയും. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന ടീമാണ് നമ്മുടെ ഹൈറിച്ച് ഓളികൾ. ഈ വിളിയും വാട്സപ്പ് ഗ്രൂപ്പിൽ കയറിയിരുന്നുള്ള വർത്തമാനവും മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു സുഖവും, ചുമ്മാ ആളാവണം അത്. എന്നിട്ട് വലിയ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ അവിടെ വിളിച്ചു, ഞാൻ ഇവിടെ വിളിച്ചു എന്നൊക്കെ ഇവർ പറയും. അതൊക്കെ ഭയങ്കര പ്രശ്നമാണ് സാറേ. അങ്ങനെയൊന്നും പറയരുത്. നിങ്ങൾ എവിടെ വേണമെങ്കിലും വിളിച്ചോ, വേണമെങ്കിൽ FIR വരെ ഇട്ടോ, പക്ഷേ അതൊന്നും ആരോടും പറയരുത് എന്നുള്ളതാണ് ഇവരുടെ അപേക്ഷ. ലീഡർമാരുടെ അപേക്ഷ ഇതാണ്. കഴിഞ്ഞ 8 മാസം ആളായവരൊക്കെ എവിടെ ഇപ്പോൾ അല്ലേ സാറേ? നമ്മൾ വിധിച്ച് ചോദിച്ചാൽ പ്രശ്നമാണോ സാറേ? എന്നാലും വിളിക്കുന്നില്ല സാറേ. അപ്പോൾ സാർ വന്ന് അഡ്മിൻ ഓൺലി മാറ്റി പറയുകയായിരിക്കും അല്ലേ സാറേ? ഇങ്ങോട്ട് പറയുന്ന സൂം ഒഴിവാക്കി അങ്ങോട്ടും ചോദിക്കാനുള്ള സൂം വെക്കുമായിരിക്കും അല്ലേ? ഇവരെല്ലാം പറയുകയാണെങ്കിലും, നമ്മളെല്ലാം ഒരു കുടുംബമാണെന്നൊക്കെ പറയുകയാണെങ്കിലും, ഇവരുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇപ്പോഴും അഡ്മിൻ ഓൺലിയാണ്. ഒരാൾക്ക് പോലും ഇവരുടെ സൂം മീറ്റിങ്ങുകളിൽ ചോദ്യം ചോദിക്കാനോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കാനോ ഉള്ള അവസരമില്ല എന്നാണ്. എല്ലാവരും ഇവർക്ക് സംശയമാണ്. ലീഡർമാർ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. അങ്ങനെയാണ് അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പിരിക്കുന്ന പണമൊക്കെ ലീഡർമാർ അടിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ വീതം വെപ്പിൽ ഒരാൾക്ക് കൂടിപ്പോയി, ഒരാൾക്ക് കുറഞ്ഞു പോയി, ഞാനാണ് ഈ പൈസ കൊണ്ടുവന്നത്, അതുകൊണ്ട് എനിക്ക് ഇത്ര പൈസ വേണമെന്ന് പറഞ്ഞില്ല അടിയാണ്. അപ്പോൾ ശ്രീനാ പ്രതാപിൻ്റെ വീടിൻ്റെ മുന്നിൽ പോയി കഴിഞ്ഞാൽ അവിടെ അടി കാണാം, ഡെയിലി അടി കാണാം, ലൈവായിട്ട് കാണാം എന്നാണ് ഇവരുടെ ലീഡർമാർ തന്നെ പറയുന്നത്. ആദ്യമൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മളൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഫ്രീ പബ്ലിസിറ്റിയാണ്, ചെയ്യട്ടെ, അവൻ ചെയ്യട്ടെ, നമ്മുടെ കമ്പനി 4 ആൾ അറിയട്ടെ, നീ കാരണം 4 ആൾ അറിയട്ടെ എന്നാണ്. ഇപ്പോൾ ഇവരുടെ കമ്പനിയെ കുറിച്ച് ആരും വീഡിയോ ചെയ്തുകൂടാ, ഇവരുടെ കമ്പനിയെ കുറിച്ച് ആരും തമ്മിൽ സംസാരിച്ചുകൂടാ. അപ്പോൾ എന്താണ്, ഇപ്പോൾ പബ്ലിസിറ്റി ഒന്നും വേണ്ടേ? ഇത് നിർത്തിയാ, പബ്ലിസിറ്റി ആവശ്യമില്ല. കൂടുതൽ പബ്ലിസിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യും, കൂടുതൽ പൂളിംഗം വരും. ഇപ്പോൾ ഒരു പൂളിൽ നിന്നാണ് വരുമെങ്കിൽ കുറേ പൂളിൽ നിന്ന് നിങ്ങൾക്ക് പൂളിംഗം വരും. എന്തിങ്കം? പൂളിംഗം. പക്ഷെ നമ്മുടെ കേസ് ഇത്രയും പബ്ലിസിറ്റി ആക്കിയത് ഇവർ തന്നെയാണ്. കോടതിയിൽ ഒരു ദിവസം മിനിമം 50 പേർ വിളിക്കുമെന്നാണ് പറയുന്നത്. അതാണ് നിങ്ങളൊക്കെ അഡ്മിൻ ഓൺലി ആക്കുമ്പോൾ മനസ്സിലാക്കണം. ഇത് പൈസ ഇട്ട ആൾക്കാർ ഇതിന്റെ അപ്പുറവും വിളിക്കും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. ഹൈറിച്ച് കേസ് ജയിക്കുമോ, ഞങ്ങളുടെ കാശ് പോകുമോ എന്നൊക്കെയാണ് ചോദ്യം ചോദിക്കുന്നത്. നമ്മൾ എവിടെയും ചർച്ചയാണ്. ഇത് ജഡ്ജി പറയുന്നു, ഇതൊക്കെ നമുക്ക് നെഗറ്റീവാണ് ഉണ്ടാക്കുന്നത്. അത് ശരിയാണ്. ഇതൊക്കെ ഇപ്പോൾ ഇവരെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് നെഗറ്റീവാണ് പോലെ. പണ്ടൊക്കെ പബ്ലിസിറ്റി ആയിരുന്നു, ഇപ്പോൾ നെഗറ്റീവ്. അതെ, കമ്പനിക്ക് പരസ്യമാണ് എന്ന് ആദ്യം കേസ് വന്നപ്പോൾ പറഞ്ഞു ഫ്രീ പബ്ലിസിറ്റി ആണെന്ന്. പിന്നെ കുറേ ആളുകൾ കൂടി ഓഫീസിന് മുന്നിൽ പോയി പുതിയ പബ്ലിസിറ്റി വീഡിയോകൾ ചെയ്തു. കണ്ടോ, നമ്മുടെ ഓഫീസ് കണ്ടോ, നമ്മുടെ ഓഫീസിലേക്ക് വരുന്ന ആളെ കണ്ടോ, നമ്മുടെ സൂപ്പർ മാർക്കറ്റ് കണ്ടോ, അവിടെ കുറേ ഉപയോഗിക്കാത്ത കാർഡ്ബോർഡ് പെട്ടികളാണ് ഉണ്ടായിരുന്നത്. എന്നാലും വീഡിയോ ഓടിപ്പിച്ചു. അപ്പോൾ പബ്ലിസിറ്റി വേണ്ടായിരുന്നോ സാറേ? ജഡ്ജ് അറിയണമല്ലോ നമ്മുടെ പ്രശ്നം. പിന്നെ ജഡ്ജൊക്കെ അറിയണം, പ്രധാനമന്ത്രി അറിയണം, എല്ലാവരും അറിയണം തന്നെയല്ലേ. നിങ്ങൾ വലിയ സ്വരാജ് സർക്കിളൊക്കെ വളയാൻ വേണ്ടിയിട്ട് പോയതൊക്കെ, പിന്നെ ഇത് ആരും അറിയാണ്ടാണോ വളയേണ്ടത്? അപ്പോൾ ഇപ്പോൾ ആരും അറിയാൻ പാടില്ല, പത്രങ്ങളിൽ വാർത്ത വരാൻ പാടില്ല, TV-യിൽ വാർത്ത വരാൻ പാടില്ല എന്നുള്ളതാണ് പ്രശ്നം. അതും നെഗറ്റീവാണോ സാറേ? ഒന്ന് മാറ്റിപ്പിടി സാറേ. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നെഗറ്റീവ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പ് തന്നെ ഇപ്പം പേരിട്ടിരിക്കുന്നത് പോസിറ്റീവ് ഗ്രൂപ്പ് എന്നാണ്. അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ, പോസിറ്റീവ് ഗ്രൂപ്പുകാരാണ് ഇതിന് പിന്നിൽ എന്ന് പറയാൻ പറ്റില്ലല്ലോ. പൈസ ഇടുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഇല്ലാത്ത നെഗറ്റീവാണോ സാറേ ഇതൊക്കെ? നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നവർ വിളിച്ചു വെറുപ്പിക്കുന്നുണ്ട്, നമ്മളും കൂടി. അതാണ് പ്രശ്നം. നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഈ കമ്പനിയുടെ കേസ് അന്വേഷിച്ചിട്ട് വെറുപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് വെറുപ്പിക്കാതിരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മളും കൂടി ചെയ്യരുത്. അവർ വിളിച്ച് ചോദിച്ചിട്ട് അവർ പറയായിരിക്കും അല്ലേ. അതുകൊണ്ട് നിങ്ങൾ വിളിപ്പിച്ചിട്ട് അയാളെ വെറുപ്പിക്കേണ്ട എന്നാണ് പറയുന്നത്. ഇപ്പോൾ ശരിയായ വഴിയിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറച്ച് സമയം എടുത്തു എന്ന് വരാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ശരിയായ രീതിയിലാണ്. കഴിഞ്ഞ ആഴ്ചയും കൂടി മറ്റേ ചാത്തൻ സേവ നടത്തുന്നവനെ കാണാൻ പോയിട്ടുണ്ട്. അതാണ് ഇവരുടെ ശരിയായ വഴി. ഇവർക്കറിയാം നിയമപരമായി പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല. എന്നാലും ചാത്തൻ സേവേനെ കണ്ടിട്ട് അവനൊക്കെ ഒരുപാട് പൈസ കൊടുത്തിട്ട് അവൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഖം, കൈക്കും കാലിനും ഒക്കെ കുറേ ചരടും കെട്ടി നെറ്റിയിൽ തേച്ചും ഭസ്മൊക്കെ വെച്ചിട്ട് നടക്കുമ്പോൾ ഒരു സുഖം, മനസ്സുഖം കിട്ടുമായിരിക്കും. എന്തായാലും ചാത്തനെ പോയി കാണുക. ഡിസംബർ 26 തൊട്ട് കുറച്ചു കാലം കേൾക്കുന്നുണ്ട് സാറേ. കുറച്ച് ദിവസം 10 ദിവസം 15 ദിവസം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിപ്പം പോയി 244 ദിവസമായി. നിങ്ങൾ ആലോചിക്കണം. ഏതെങ്കിലും ഒരു കേസ് ഇവർ വാദിക്കാനായിട്ട് കോടതി പോയിട്ടുണ്ടോ? നീട്ടി വെക്കാനല്ലാതെ. അപ്പോൾ ഇങ്ങനെ കുറച്ച് ദിവസം എന്ന് പറയുന്നത് ഫീസ് അടക്കാൻ ബുദ്ധിമുട്ടുന്നവർ, ലോൺ അടക്കാൻ ബുദ്ധിമുട്ടുന്നവർ,
അവിടെയൊക്കെ ബാങ്കിലൊക്കെ പറയണം നമ്മുടെ ഷിബു സാറ് പറിച്ചിട്ടായിരുന്നു കുറച്ച് ദിവസം കൂടി കാത്തിരിക്കുമെന്ന്. അപ്പോൾ അവർ ഈ പലിശയൊക്കെ ഒഴിവാക്കി തരും. നമ്മൾ വിളിച്ച് ചോദിക്കാതെ പബ്ലിസിറ്റിയിലൂടെ അറിഞ്ഞിട്ടുണ്ട്. അവരൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഈ കമ്പനി പൊട്ടിയെന്നും ഇവന്മാർക്ക് ഇനി പൂളിംഗം കിട്ടൂല എന്നും ഇവന്മാരുടെ പൂളിംഗം കിട്ടി കഴിഞ്ഞാലൊന്നും ഇവർ ഈ തിരിച്ചടക്കൂല എന്നും അവരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊക്കെ അവർ നടപടിയിലേക്ക് പോയിട്ടുമുണ്ട് എന്നാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഗിമിക്കുകൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഷിബുവിനോടും എനിക്കൊക്കെ വേറെ അമ്മി കൊത്താനൊക്കെ പോയിക്കൊടുക്കുക. പറഞ്ഞു ആൾക്കാർക്ക് 5 പൈസ കിട്ടിക്കോട്ടെ, കഷ്ടപ്പെട്ടിട്ട ലോൺ എടുത്തിട്ട പൈസ തിരിച്ചു കിട്ടുകൊണ്ട് അതെങ്കിലും നീ നശിപ്പിക്കരുത്. അല്ലെങ്കിൽ നീ ഓർക്കുക, നിന്റെ വീട്ടിൽ നിന്ന് നീ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും അവർക്കൊക്കെ പൈസ. ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് അവർക്ക് ഭാവിയിൽ FIR ഇടാൻ പറ്റാതെയോ അല്ലെങ്കിൽ അവർക്ക് പൈസ നിഷേധിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നീയൊക്കെ കൊടുക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. ബൈ.